കലോത്സവത്തിനായി നീക്കിവെച്ച 50 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിക്കാത്തതിൽ കേരള സർവകലാശാലയിലേക്ക് SFI മാർച്ച്. സ്ഥലത്ത് സംഘർഷാവസ്ഥ. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സനിസ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സനിസ, ഈ മാർച്ച് എന്തിനാണ്? ജലപീരങ്കി പ്രയോഗിച്ചോടെ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലേ? ഇല്ല, സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. പോലീസ് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കാണുന്നത്. കാലാവധി അവസാനിക്കാൻ ഇങ്ങനെ സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്തതും കലോത്സവത്തിൽ വെച്ച 50 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിക്കാത്തതിലുമുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. കൂടാതെ തന്നെ കായിക വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള യാത്രാ ഭത്ത TA മാസങ്ങളായി കുടിശ്ശികയെടുക്കുന്ന വിഷയവും ഈ ഒരു പ്രതിഷേധത്തിന്റെ പ്രധാന കാരണമാണ്. 5 തവണയാണ് ഈ ഒരു പ്രതിഷേധത്തിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ പ്രവർത്തകർ മടങ്ങിപ്പോവാനോ അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കാനോ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയാണ്. ഗേറ്റിന് പുറത്ത്, ബാരിക്കേഡിന് പുറത്ത് പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ അകത്തും യൂണിവേഴ്സിറ്റിക്ക് അകത്തും മുദ്രാവാക്യങ്ങളുമായി SFI പ്രവർത്തകർ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഗേറ്റ് ബാരിക്കേഡ് തകർത്തുകൊണ്ട് പ്രവർത്തകർ SFI പ്രവർത്തകർ ഇരച്ച് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കേരള സർവകലാശാലയിലെ പ്രതിഷേധം SFI പ്രതിഷേധമാണ് കാണുന്നത്. സനിസ ശോഭാചന്ദ്രൻ തുടങ്ങി. സനിസ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? SFI പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്തിനാണ്? അവരുടെ ഡിമാൻഡ് എന്താണ്?
കലോത്സവത്തിന് അനുവദിച്ച 50 ലക്ഷം രൂപ ഫണ്ട് നൽകാത്തതിലും കൂടാതെ തന്നെ കായിക വിദ്യാർത്ഥികളുടെ TA സമബദ്ധ നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധത്തിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. ലാത്തി വീശി പോലീസ് ഇപ്പോൾ VC-യുടെ ഓഫീസ് ഉപരോധിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസത്തിന് സമാനമായി VC-യുടെ ഓഫീസ് ഉപരോധിക്കാനായിരുന്നു SFIയുടെ നീക്കം. എന്നാൽ ലാത്തി വീശി പോലീസ് ഇപ്പോൾ SFI പ്രവർത്തകരെ പുറത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എന്നാൽ പ്രവർത്തകർ പിന്മാറുന്നില്ല. വീണ്ടും അവർ ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമം തുടങ്ങുകയാണ്. അതീവ സംഘർഷാവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ന്യായമായ ആവശ്യമാണ് അവസാനിക്കാൻ പോകുന്ന ഒരു യൂണിയന്റെയോ മറ്റോ ആവശ്യമല്ല, വിദ്യാർത്ഥികളുടെ ഒട്ടാതെയുള്ള ആവശ്യമാണ് കലോത്സവം നടത്തുക എന്നത്. എന്നാൽ ആ ഫണ്ട് ഇപ്പോൾ തിരിച്ചുവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് VC ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം VC-യുടെ ഓഫീസ് അടക്കം ഉപരോധിച്ചിരുന്നു. ഇതിന്റെ പേരിൽ രജിസ്ട്രാർ പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ പിന്മാറാതെ പ്രവർത്തകർ വീണ്ടും ഉപരോധവുമായി പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഇവർ ആദ്യഘട്ടത്തിൽ VC-യുടെ ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി അകത്തേക്ക് പ്രവർത്തകരെ പോലീസ് പുറത്തേക്ക് തള്ളുകയായിരുന്നു. എന്നാൽ പ്രവർത്തകർ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം തുടരുകയാണ്. ബാരിക്കേഡ് തകർത്ത് അല്പസമയം മുൻപാണ് ബാരിക്കേഡ് തകർത്ത് ഉള്ളിലേക്ക് പ്രവർത്തകർ കയറിയത്. ഇപ്പോൾ VC-യുടെ ഓഫീസിലേക്ക് കയറാനും ഉപരോധിക്കാനും വേണ്ടി ശ്രമങ്ങൾ തുടരുകയാണ്. പോലീസ് അതിശക്തമായി SFI പ്രവർത്തകരെ വളഞ്ഞിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ VC-യുടെ ഓഫീസ് ഉപരോധിക്കുക എന്നത് തന്നെയാണ് SFI പ്രവർത്തകരുടെ ഇന്നത്തെയും ലക്ഷ്യം. പ്രതിഷേധം ഇവിടെ കൊണ്ടൊന്നും ഒതുങ്ങുന്നില്ല എന്ന തരത്തിലുള്ള നീക്കമാണ് SFI ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ സമാനമായി VC-യുടെ ഓഫീസ് SFI ഉപരോധിച്ചിരുന്നു. ഇത്തരത്തിൽ കലോത്സവം നടത്തുക എന്നത് ഒരു യൂണിയന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ മാത്രം കാര്യമല്ല, അത് യൂണിവേഴ്സിറ്റിയുടെ മൊത്തം കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസുകാരന്റെ ലാത്തി പിടിച്ചു വാങ്ങി നിൽക്കുന്ന SFI പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും ഭീകരമായ ഒരു സംഘർഷാവസ്ഥയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോൾ SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. നിലവിൽ VC ഇവിടെ ഇല്ല എങ്കിൽ പോലും പ്രതിഷേധം ശക്തമാണ്. 50 ലക്ഷം രൂപയോളം വരുന്ന ഫണ്ടാണ് ഇവർക്ക് VC പിടിച്ചു വെച്ചിരിക്കുന്നത്. കലോത്സവം നടത്താനുള്ള ഫണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ യൂണിയൻ ഒരു കലോത്സവം നടത്തിയതാണ്, ഇനി മറ്റൊരു കലോത്സവം നടത്തേണ്ടതില്ല എന്നൊരു നിലപാടാണ് VC സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കലാമേള നടത്തുക എന്നത് ഒരു ക്യാമ്പസിന്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭരിക്കുന്ന യൂണിയന്റെ ഒരു പ്രാഥമികമായ കടമയാണ്. വിദ്യാർത്ഥികൾക്കും കലോത്സവം എന്നത് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നടത്താൻ കഴിയാത്തത് സാമ്പത്തികമാണ്. VC-യുടെ ഒരു വിരോധപരമായിട്ടുള്ള ഒരു ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ്. കൂടാതെ തന്നെ കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ TA പിടിച്ചുവെക്കുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI വലിയ തരത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ SFI പ്രവർത്തകർ ക്യാമ്പസിന്റെ വരാന്തയിൽ കയറി പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ്. ഒരു സമയം മുമ്പ് രാത്രി VC 5ഓളം തവണ ജലഭീഷണി ഒഴിച്ചു. എന്നിട്ടും SFI പ്രവർത്തകർ പിന്മാറിയില്ല. പ്രതിഷേധം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും വരാന്തയിൽ കയറി അവർ VC-യുടെ ഓഫീസിനെ ലക്ഷ്യമെത്തിയത് കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. VC-യുടെ ഓഫീസിനെ പ്രതിരോധിക്കുക തന്നെയാണ് ലക്ഷ്യം. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പോലീസ് പലതവണയായിട്ട് ഈ സംഘർഷാവസ്ഥ അടിച്ചെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. പ്രതിരോധം ശക്തമാണ്, പ്രതിഷേധം ശക്തമാണ്. വിശാൽ സനിസ വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. കലോത്സവത്തിന് അനുവദിച്ച പണം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് പുറത്തു തടയാൻ ശ്രമിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾ അകത്തേക്ക് പ്രവേശിച്ചു.